മുന്നണി വിട്ട് BJP മുന്നണി വിട്ട് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടയിൽ വന്ന് ഹനീഫ സാഹിബിന് അഭിവാദ്യങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ്. CPM-ൽ ഞാൻ കയറി 10-40 വർഷക്കാലം അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അവരുടെ വിഷയത്തിൽ നമ്മൾക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും, അവരെ നമ്മൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഒരു പൊതു പ്രവർത്തകനായി രംഗത്ത് വന്നിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും സംഘടനാപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുടെ മുന്നണിയിൽ നിന്നു പോകുക എന്നല്ലാതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ വിഷയമാണ് നമ്മളുടെ വിഷയം എന്നുള്ളത് മനസ്സിലാക്കാതെ ഇന്ന് CPM പോയിക്കൊണ്ടിരിക്കുന്നത് പഴയകാലത്ത് നേരത്തെ ഇവിടെ സോലി പറഞ്ഞതുപോലെ പാവപ്പെട്ടവരുടെ പ്രസ്ഥാനമായ CPM ഇന്ന് കോർപ്പറേറ്റ് മുതലാളികൾക്ക് വേണ്ടി, അതുപോലെ BJP സംഘപരിവാറിന് വേണ്ടി ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വാഭാവികമായും എനിക്ക് തന്നെ ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാട് ഞാൻ എടുത്തത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടിലെ 5 വർഷക്കാലമായി പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഭൂമി വെക്കാൻ PMAY സംവിധാനമില്ല, അതുപോലെ തന്നെ ലൈഫ് മിഷൻ സംവിധാനമില്ല, പഴയ കാലത്ത് കൊടുത്ത UDF ഗവൺമെന്റ് അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കൊടുത്ത കുറെ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ 5 വർഷമായിട്ട് പല പേപ്പറുകളും എന്റെ പെട്ടിയിൽ പോലും ഇരിക്കുന്ന ഒരു സ്ഥിതി ഞാൻ കാണുന്നുണ്ട്. കാരണം PMAYക്ക് അപേക്ഷ സ്വീകരിക്കാൻ മുനിസിപ്പാലിറ്റിയിൽ സൗകര്യമില്ല. മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെന്റ് അതിന് അനുമതി കൊടുത്താല് ഒരു പാവപ്പെട്ടവന് ഒരു ചെറിയ കൂര ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുനിസിപ്പാലിറ്റിക്കായാലും പഞ്ചായത്തുകൾക്കായാലും ഇടപെടാൻ സാധിക്കുകയുള്ളൂ. സർക്കാർ ഇന്ന് വരെ അതിനുള്ള ഒരു തീരുമാനവും എടുക്കുകയോ അല്ല അതുമായി മുന്നോട്ട് പോവുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവന് ഒരു 2 സെന്റ് പാടം തൂർത്ത് അതിലൊരു വീട് വെക്കുന്നതിന് വേണ്ടി അവനെ കൊണ്ട് സ്വാഭാവികമായിട്ടും അവന്റെ കുടുംബ സ്വത്തോ മറ്റു സ്വത്തുകളൊന്നും കിട്ടാതെ അവനൊരു 5 സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു വീട് വെക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടും അതിന് ആനുപാതികമായിട്ടല്ല, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്കൊരു അനുകൂല തീരുമാനങ്ങളോ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യം, ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മുടെ സർക്കാർ, CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ന്റെ സർക്കാർ, അയ്യപ്പ സംഗമം, അതുപോലെ ജനസമ്പർക്ക പരിപാടി, ഇങ്ങനെ പല പരിപാടികളും നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പാവപ്പെട്ടവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് അവന്റെ കയ്യിൽ കിട്ടാതെ അവര് മറ്റുള്ള പാതകള്, വഴിയോര പാതകള്, അവിടെ പാത ഇവിടെ പാത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സംഭവം വികസനം ഒരു നാടിന്റെ ഇച്ഛാശക്തിയാണ്, നട്ടെല്ല് തന്നെയാണ്. പക്ഷെ പാവപ്പെട്ടവനെ കാണാതെ കുറെ വികസനമായിട്ട് നാഷണൽ ഹൈവേ വേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഹൈവേ മലയോര പാത വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല, മെട്രോ വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതെല്ലാം മാത്രം കണ്ടുകൊണ്ട് പോകുന്ന ഒരു സർക്കാരുമായി മാറിയിട്ടുണ്ട് LDF സർക്കാർ. പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവന്റെ കിടപ്പാടം, അല്ലെങ്കിൽ അവന്റെ മറ്റു വിഷയങ്ങളുമായി ഒന്നും പാർട്ടിക്കോ അല്ലെങ്കിൽ CPM-നോ അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനോ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കൂടി വിജയിപ്പിച്ചിട്ടുള്ള ഈ വാർഡിലെ ഒരു കൗൺസിലറാണ് ഞാൻ. ഇവിടെ പല ആൾക്കാർക്കും പലയാതി പ്രയാസങ്ങൾ എന്നോട് വന്ന് പറയാറുണ്ട്. അതിൽ പെട്ട ഒന്നാമത്തെ വിഷയമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്, സ്വന്തമായി താമസിക്കാൻ ഒരു പാർപ്പിടം ഉണ്ടാവുക എന്നുള്ളത്. ഇന്നും ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഒരു വീട് വെക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ നമ്മളോട് തന്നെ എന്താണ് അനീഫ ഇങ്ങനെ ഈ രീതിയിൽ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതി. അങ്ങനെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് +2 കഴിഞ്ഞാല് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടായ ഞാനും 2-3 മക്കളുടെ പാപ്പയായതുകൊണ്ട് തന്നെ ആ പ്രയാസം നല്ലോണം അനുഭവപ്പെട്ട ഒരാളാണ് എന്നുള്ളതിലേക്ക് ആ ഒരു മേഖലയിലും വളരെ മോശമായ രീതിയിലുള്ള ഒരു നിലപാടെടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൽ നിന്ന് ഇനി പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഒരു അംഗീകാരം കിട്ടും എന്ന് തോന്നുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്റെ ഈ ഒരു മാറ്റം ഇതിലുണ്ടായിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറി അവരുടെ കൂടെ പ്രവർത്തിച്ച് നിങ്ങളെല്ലാവരുടെയും പോലെ ഒരു എളിയ പ്രവർത്തകനായി
പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ പണിക്കരുകൾ കൊണ്ട് തന്ന സ്വീകരണത്തിന് വളരെ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.